ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ പറയുന്നത് രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡാക്കിയിട്ടുള്ള ഒരു വ്ളോഗാട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുനോക്കാം. അപ്പോൾ വീഡിയോ കാണുന്ന ഇടയിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻറ്റായിട്ട് എഴുതാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ 5:45 കഴിക്കും കേട്ടോ. കിച്ചണിലേക്ക് വരുമ്പോൾ കിച്ചണിലേക്ക് വന്ന ഉടനെ ഞാൻ വെള്ളം ഉണ്ടാക്കൽ കുടിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കെറ്റലിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പാലപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാലപ്പത്തിലേക്കുള്ള വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ്. അപ്പോൾ ഇനി പാലപ്പത്തിലേക്കുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഡബിൾ റോസിൻ്റെ പാലപ്പത്തിൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന പാലപ്പത്തിൻ്റെ പൊടിയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതൊന്ന് മിക്സിയിലൊന്ന് മാവ് കൂട്ടി വെക്കണം, 1 മണിക്കൂർ ഒന്ന് കൂട്ടി വെക്കണം. അതിന് വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല, എന്നാലും 1 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അത് 1/2 കപ്പ് കൂടി എടുത്തിട്ടുണ്ട്. ഇത് എടുത്ത പൊടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഉപ്പും കൂടി ഇട്ടെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ 1.5 കപ്പ് പൊടിയല്ല എടുത്തത്, അപ്പോൾ 1.5 കപ്പ് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചൂട് കൂടാൻ പാടില്ല കേട്ടോ. നല്ല തിളച്ച വെള്ളം അങ്ങനെ ആവരുത്, ചെറിയ ചൂടിലാണ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വെള്ളം കൂടെ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1.5 കപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് 1 സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഒരു 5-8 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മാവും വെള്ളമൊക്കെ ഒന്ന് നല്ല മിക്സാണ് രൂപത്തിൽ ഒന്ന് നല്ലൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അടിച്ചെടുത്ത മാവ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണ്ടേ. ഇനി ഇതൊന്ന് നല്ല മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കണേ 1 മണിക്കൂർ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒന്ന് പാകമാണോ നോക്കിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കൊണ്ട് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് നല്ല കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ അതുകൊണ്ട് ഒഴിച്ചതിന് ശേഷം ഞാൻ ഇതിവിടെ മൂടി വെക്കുന്നുണ്ട്, 1 മണിക്കൂർ മൂടി വെക്കട്ടെ. അപ്പോൾ നമ്മളിതിൽ വെള്ളം ഒഴിച്ച് അടിക്കണതിന് പകരം നമുക്ക് പാലൊഴിച്ചിട്ട് അടിക്കാമെന്ന് കേട്ടോ പറയണത്. അപ്പോൾ വെള്ളത്തിന് പകരം അത്ര തന്നെ അളവിൽ പാലെടുത്താൽ മതി. ചെറിയ ചൂടിൽ തന്നെ പാലെടുത്തിട്ട് പാലിൽ നമുക്ക് മാവ് കൂട്ടി വെക്കാമെന്ന് കേട്ടോ അതിൽ പറയണത്. ഇനിയിപ്പോൾ നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്നും ഇവിടെ മൂടി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ടൈം കൊണ്ട് 1 മണിക്കൂറുണ്ടല്ലോ, ഒക്കെ ഒന്ന് സെറ്റായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് കുറച്ച് ഇസ്തിരി ഇടാനുണ്ടായിരുന്നു. മക്കളെ യൂണിഫോമും കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ ഇസ്തിരി ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇസ്തിരി ഇടുമ്പോൾ ഞാൻ ഇസ്തിരി ഇടൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് രാവിലെ കിച്ചണിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പണീൻ്റെ ഇടയിൽ ഇപ്പോൾ അത് ചെയ്യാനുള്ള നേരം അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പാലപ്പ ആയതുകൊണ്ട് അതിന് മാവ് കൂട്ടി എന്തായാലും വെക്കണമല്ലോ. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഇസ്തിരി ഇടാന്നുള്ളതിൽ നേരെ കിച്ചണിലേക്ക് വന്നിട്ട് അങ്ങനത്തെ ചെയ്തിട്ടാട്ടോ പിന്നെ ഇസ്തിരി ഇടുന്നത്. അല്ലെങ്കിൽ ഞാൻ തലേന്ന് രാത്രി ഇട്ടേക്കും. പിന്നെ രാവിലെ പത്തിരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കാൻ തുടങ്ങണമല്ലോ. അപ്പോൾ ഞാൻ തലേന്ന് രാത്രിന് ഇട്ടേക്കും അങ്ങനെയൊക്കെ. ഇപ്പോൾ തന്നിപ്പോൾ മക്കളെ യൂണിഫോമും കാര്യങ്ങളും എല്ലാം ഇസ്തിരി ഇട്ട് അവർക്ക് മാറ്റമുള്ളതൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലരൊക്കെ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവില്ലോ, ഒരുപാട് ഡ്രസ്സ്, അതായത് ഒരാഴ്ചക്കുള്ള ഡ്രസ്സൊക്കെ ഒന്നാകെ ഇസ്തിരി ഇട്ടേക്കാം. പിന്നെ അപ്പൊക്കെ ഇസ്തിരി ഇടണ്ട, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വേണ്ട എന്നുള്ളതിൽ ആദ്യം തന്നെ ഒന്നാകുള്ള ഇസ്തിരിയൊക്കെ ഇട്ടേക്കും. പക്ഷേ എനിക്കങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ അപ്പോൾ ഇട്ടിട്ട് കുഞ്ഞിരാകും അതാണ് കേട്ടോ ഇഷ്ടം. ഇസ്തിരി ഇട്ട് അപ്പോൾ തന്നെ അങ്ങനെ ഡ്രസ്സ് ഇട്ട് പോകണതാണ് ഇഷ്ടം. ഞാൻ അങ്ങനെ ഇസ്തിരി ഇട്ട് വെക്കലേ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഓരോരുത്തർക്ക് അങ്ങനെ ആവും സൗകര്യമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ തന്നെ ചെയ്യുക. പിന്നെ നമുക്ക് കറണ്ട് പോവുക, നമ്മൾ പെട്ടെന്ന് ഇടുമ്പോൾ കറണ്ട് ഇല്ലാതാവുക, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ നമ്മൾ ഒന്നാകെ ഇട്ടേക്കുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ പാലപ്പത്തിലേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റൂ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. വെജിറ്റബിൾ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് 1 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി ഒരു 1/4 കപ്പോളം ഞാൻ ഗ്രീൻ പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വേവിക്കാനായിട്ട് വെക്കണ്ടേ. അപ്പോൾ കുക്കറിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ വന്നാൽ മതി. നമ്മൾ ഉപ്പോ മഞ്ഞൾപ്പൊടി ഒന്നും അതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് 3 ഇട്ടിട്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അത് 2 വിസിൽ വരുന്ന വരെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അത് വേവുന്ന നേരം കൊണ്ട് നമുക്കൊരു തേങ്ങ പൊളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ചിരകിയത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു തേങ്ങ പൊളിച്ചെടുക്കണം. തേങ്ങയൊക്കെ നല്ല ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, കിട്ടാൻ നല്ല പാടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റൂവിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ഞാൻ പൊളിച്ചൊന്ന് ചിരകി എടുക്കുകയാണേ. അപ്പോൾ ഞാൻ ഒരു തേങ്ങയുടെ പാൽ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ അത്യാവശ്യം നല്ല ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു തേങ്ങനെ മുഴുവനായിട്ട് പാലെടുത്തിട്ടുണ്ട്. ഞാൻ നമ്മൾ വെജിറ്റബിളൊക്കെ അവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിത് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാൻ നോക്കിയപ്പോൾ വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ക്യാനിൽ വെളിച്ചെണ്ണ ഒക്കെ കുപ്പിയിലേക്ക് എടുക്കാം കേട്ടോ.
അപ്പോൾ യൂട്യൂബിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് പിന്നെ കുറേ ആൾക്കാർ എന്നോട് നേരിട്ട് ഇങ്ങനെ കമൻറ്റ് പറഞ്ഞിരുന്നിട്ട് വീഡിയോ ഒക്കെ നന്നാവുന്നുണ്ട്, നല്ല റീച്ച് ആവട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോനെ പറ്റിയുള്ള ഓരോ അഭിപ്രായമൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇവർക്ക് എന്നോട് ഇങ്ങനെ അഭിപ്രായം പറയണ നേരം കൊണ്ട് വീഡിയോക്ക് താഴെ കമൻറ്റ് എഴുതി കൂടെ, എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ കാണുന്നവർക്കായാലും വീഡിയോ റീച്ച് കൂടാനായാലും അപ്പോൾ ഓരോരുത്തർ കമൻറ്റൊക്കെ കാണുമ്പോഴാണല്ലോ ഓരോരുത്തർക്ക് വീഡിയോ കാണാനും തോന്നുന്നത്. ചിലവരൊക്കെ ഉണ്ടല്ലോ ഓരോ വീഡിയോ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കമൻറ്റ് ഇങ്ങനെ വായിച്ചു പോകണം. അപ്പോൾ പിന്നെ അതെന്ത് നെഗറ്റീവായാലും പോസിറ്റീവായാലും നമ്മൾ കമൻറ്റ് നമ്മൾ അറിയും. ഇനി ഇതാ ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് ഇതിലേക്ക് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 ഏലക്കായ, 3 ഗ്രാമ്പു, അതുപോലെ ചെറിയ 2-3 കഷ്ണം പട്ട, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഇല്ല കേട്ടോ പെരിഞ്ജീരകം, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ വെളിച്ചെണ്ണയിലിട്ടിട്ട്. അപ്പോൾ അതൊന്നും ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സവാള ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എരിവ് കുറവുള്ള പച്ചമുളകാണ്, അപ്പോൾ അതാണ് ഞാൻ 2 ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഈ നല്ല എരിവുള്ള പച്ചമുളക് ഒന്നൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 അല്ലി ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം വലിയ അല്ലി വെളുത്തുള്ളി ആയിരുന്നു. അപ്പോൾ 2 അല്ലി എടുത്തു. പിന്നെ ഇഞ്ചി ഞാൻ അത്യാവശ്യം വലിയൊരു കഷ്ണം തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഞ്ചിയാണ് നമ്മൾ വെളുത്തുള്ളിനെക്കാളും കൂടുതൽ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ ചതച്ചിട്ടാണ് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോണ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ച സ്മെല്ല് പോണ വരെ സവാള ഒന്ന് നല്ല നമുക്ക് വാട്ടിയെടുക്കാം. അപ്പോൾ നല്ല ബ്രൗൺ കളറാവണ വരെ അങ്ങനെയൊന്നും വാട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മൾ വേവിച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇല്ലേ അതും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നല്ല മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ മെയിനായിട്ട് കുരുമുളക് പൊടിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. കാരണം ആ എരിവാണ് പിന്നെ നല്ല ടേസ്റ്റുള്ള എരിവായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനിതാ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കണ്ടേ. പിന്നെ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. എന്നിട്ട് ഇതൊന്ന് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. ഉപ്പും കുരുമുളകൊക്കെ ഒന്ന് നല്ല മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ അതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ 2ാം തേങ്ങാപ്പാലാട്ടോ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ട് തേങ്ങാപ്പാൽ എടുത്തതിന് ഫസ്റ്റ് പാൽ എടുത്തിട്ട് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ സെക്കൻഡ് പാലാണ്. അപ്പോൾ അത് പിന്നെ കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഹാഫ് കുക്കായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മൾ വെജിറ്റബിൾസൊക്കെ. അപ്പോൾ അതൊന്ന് നല്ലൊന്ന് വേവിച്ച് എടുക്കണം. അപ്പോൾ ഈ തേങ്ങാപ്പാൽ അതിൽ കിടന്ന് വറ്റണ വരെ നമുക്ക് വേവിച്ചെടുക്കട്ടോ വെജിറ്റബിൾസൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് അപ്പം ചുടാനായിട്ട് തുടങ്ങുക. അപ്പോൾ നമ്മൾ പിന്നെ മാവ് കൂട്ടി വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അപ്പത്തിൻ്റെ മാവൊക്കെ കണ്ടില്ല നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ മാവ് കൂട്ടി വെച്ചതിനെക്കാട്ടും ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അപ്പൊക്കെ നമുക്ക് സ്പീഡിൽ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളിതിൽ പിന്നെ പഞ്ചസാര ചേർത്തുകൊണ്ട് തന്നെ അതൊന്ന് നല്ല നെരിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് അപ്പം കിട്ടുന്നുണ്ടാവുക. ഒരു ബ്രൗൺ കളറായിട്ടുണ്ടാവുക. അപ്പോഴേക്കും അപ്പം വെന്ത് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ അപ്പൊക്കെ ഞാൻ സ്പീഡിൽ ചുട്ടെടുക്കട്ടെ. പെട്ടെന്ന് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് മുഴുവനായിട്ട് ചുട്ടെടുക്കുന്നത്. പിന്നെ നമ്മളപ്പം ചുടുന്ന ഇടയിൽ കൂടി തന്നെ നമ്മളിതാ തേങ്ങാപ്പാലൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കുറുകിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ചേർത്തെടുക്കും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. കുരുമുളക് പൊടി ഇട്ട് നമ്മൾ എരിവ് കൂടും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാരണം തേങ്ങാപ്പാൽ മധുരം ഉള്ളതല്ലേ. അപ്പോൾ നമുക്ക് എരിവ് അങ്ങനെ കൂടിയതായിട്ടൊന്നും തോന്നില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കണ്ടേ. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ പിന്നെ തിളപ്പിക്കണമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കാഷ്നട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 10 കാഷ്നട്ട് ഞാൻ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ നമ്മൾ മാവ് പിന്നെ കൂട്ടി വെച്ച ടൈമിൽ തന്നെ ഇട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അതൊന്ന് മിക്സിയിൽ നല്ലൊന്ന് അരച്ചിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരും കേട്ടോ. നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ അപ്പോൾ അതൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് നമുക്ക് എരിവുള്ളതായിട്ട് അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ അപ്പം ചൂടൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മോണ്ടനക്ക് ട്യൂഷന് പോകാനുള്ള അവനക്കുള്ള ചായ ഒക്കെ കൊടുത്ത് അവനൊക്കെ പോയിട്ടാണ്. അതിന് ശേഷം ഞാനിതാ അപ്പോൾ ഒരു ഗ്ലാസ് ചായ പിന്നെ ഒരു അപ്പം കൂടി തിന്നാന്ന് വിചാരിക്കണം. അപ്പം നമുക്ക് മുറ്റത്ത് കുറച്ച് പണികളുണ്ടൊക്കെ ചെടി നനക്കാനും മുറ്റടിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു അപ്പമൊക്കെ തിന്നിട്ട് ഞാൻ പിന്നെ കാൽച്ചായൊക്കെ കുടിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കട്ടോ. കണ്ടില്ലേ അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് തന്നെ അപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് സമാധാനത്തിലിരുന്ന് കുടിക്കട്ടെ കേട്ടോ. അപ്പം മോൻസ് ഇപ്പോൾ മദ്രസ പോയിട്ടുണ്ട്. അപ്പോൾ ഈ കാൽച്ചായ കുടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും പതിവില്ല കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ നമുക്കൊരു പൂതി വരുമ്പോൾ അങ്ങനെ കുടിക്കാമെന്നല്ല ഇങ്ങാണ്ട് ഒരു സ്ഥിരമൊന്നും ചെയ്യല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ നല്ല നെരിഞ്ഞ അപ്പം കണ്ടു. പിന്നെ മക്കൾ കോഫിയൊക്കെ കുടിച്ച് പോയതിന് ശേഷം ഒരു ഗ്ലാസ് കോഫി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കൂട്ടി കുടിക്കുക എന്നുള്ളതിൽ അങ്ങനെ ഇരുന്ന് കുടിക്കുകയാണ്. അപ്പോൾ
ഇപ്പോഴാണെങ്കിൽ ഞാൻ മധുരം പരമാവധി കുറയ്ക്കാനായിട്ട് നോക്കാം കേട്ടോ. ചായയൊക്കെ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഒരു പൂതി വരുമ്പോൾ അങ്ങനെ കുടിക്കുള്ളൂ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കുറേ ആയിട്ട് ഞങ്ങൾ ചായ ഉണ്ടാക്കലേ ഇല്ല കേട്ടോ. വെള്ളം തന്നെയാണ് എല്ലാവരും കുടിക്കുക. പിന്നെ മക്കൾക്ക് രാവിലെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. മോനിസ് അധികം കുടിക്കാൻ നോക്കൂല. മോൻ്റെ അടുത്ത് പിന്നെ അവന് പഠിക്കാതിരിക്കണ മുന്നേ ഞാൻ കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാനും കുഞ്ഞിരായത് കഴിയുന്നത് ഞങ്ങൾ മധുരം ഇപ്പോൾ കുടിക്കില്ല. പിന്നെ വൈകുന്നേരമൊക്കെ നമുക്ക് ഒരു പൂതിയാണല്ലോ ചായ കട്ടനൊക്കെ കുടിക്കണം. അങ്ങനെയൊക്കെ കുടിക്കാൻ നല്ല ഇങ്ങോട്ട് കഴിയുന്നത് കുറയ്ക്കാൻ തന്നെ നോക്കുകയാണ്. കോഫി ഒന്ന് നല്ല ചൂടാക്കിയപ്പോൾ അടിപൊളിയായിരുന്നിട്ട് ആ അപ്പം കോഫിയും കൂടി. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് സമാധാനത്തിൽ കുടിച്ചു. പിന്നെ നമുക്ക് മുറ്റത്ത് കുറച്ച് പണിച്ചെടി നനക്കലും മുറ്റടിച്ചാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊരു എനർജി ആയിക്കോട്ടെ എന്നുള്ളതിൽ അത് കുടിച്ചിട്ട് ചെയ്യാമെന്നുള്ളതിൽ ഞാൻ അങ്ങനെ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കോഫി കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. മുറ്റമൊക്കെ ഒന്ന് നനച്ചിട്ട് പിന്നെ ചെടിയൊക്കെ ഒന്ന് നനച്ചിട്ട് വേണം അടിച്ച് വാരാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ മുറ്റത്ത് കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു. അതിങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോന്ന് കൈയിട്ട് ഇങ്ങനെ പറിച്ചിട്ട് നല്ല പുല്ല് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മുറ്റം ഇങ്ങനെ നനക്കുമ്പോൾ പൊടിയല്ലേ പോകും. അപ്പോൾ മുറ്റം നനച്ചിട്ട് ഞാൻ അടിച്ചു വരാം. അപ്പോൾ ഇങ്ങനെ പുല്ലിങ്ങനെ പൊന്തി വരുന്നുണ്ട്. ഇനി ഇതപ്പോൾ നമ്മൾ മുറ്റം അടിക്കലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ. ചെടി നനച്ച് കഴിഞ്ഞു. ഇതപ്പോൾ ഞാൻ മുറ്റം അടിച്ച് തരാണ്. അപ്പോൾ മുറ്റം കൂടെ അടിച്ച് തരി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മോനിസ് മദ്രസ ഇട്ട് വരുമ്പോഴത്തേക്ക് തുടക്കലൊക്കെ കഴിക്കാമെന്നുള്ളതിൽ അങ്ങനെയൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഉച്ചക്കലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ തുടക്കലും കൂടെ കഴിഞ്ഞിട്ട് സമാധാനത്തിൽ ചെയ്യാം. മോനിസൊക്കെ പോയതിന് ശേഷം ചെയ്യാമെന്നുള്ളതിൽ ഇങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ മുറ്റം അടിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തുടക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ സിറ്റ് ഔട്ട് ആദ്യം തുടക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ സീറ്റ് ഔട്ട് തുറക്കാൻ നിൽക്കുന്ന മുന്നായിട്ട് തലേന്ന് രാത്രി കുഞ്ഞിരാ വന്നപ്പോൾ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നിട്ട്. അപ്പം ചെറിയൊരു കടന്നളുടെ കൂടുണ്ടായിരുന്നിട്ട്. അപ്പോൾ മൂലയിലായിട്ട് ചെറിയ കൂടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്ന നാളെ അതൊന്ന് തട്ടിയിട്ടാണ്ട് ഇത് പറയുന്നത്. അപ്പോൾ ഞാൻ പിന്നെ കടന്നൽ കൂടൊക്കെ ഒന്ന് തട്ടിയിട്ട് പിന്നെ സീറ്റ് ഔട്ട് ഒന്ന് മാറാലൊക്കെ തട്ടിയിട്ടാണ്. അപ്പോൾ കടന്നൽ കൂടി ഞാൻ തട്ടിയിട്ടപ്പോൾ അതിൽ കടന്നൽ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നേ. പിന്നെ ഞാൻ മാറാലൊക്കെ തട്ടുന്ന ഇടയിൽ ഒരു കടന്നൽ വന്നതിൻ്റെ കയ്യിൽ അങ്ങോട്ട് കുത്തിയിട്ടാണ്. അതിൽ ഞാൻ മാറാലക്കൊള്ളിയൊക്കെ അവിടെ ഇട്ട് ഓടി. പിന്നെ അവിടെ മഞ്ഞൾ പുരട്ടി അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. ഇനിയിപ്പോൾ ഞാൻ പിന്നെ തുടക്കലിട്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യമില്ലല്ലോ, നമ്മൾ തുടക്കൽ അവിടെ മുഴുവനാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ തുടക്കട്ടെ. ഇനിയിപ്പോൾ നമ്മൾ തുടക്കലും ക്ലീനിങ്ങും കാര്യങ്ങൾ എല്ലതും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കിച്ചണ് തുടക്കുന്ന ടൈമിൽ നമ്മൾ ചോറ് പിന്നെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് അരി ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് വന്ന് ഞാനിതിപ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് കുളിക്കാനൊക്കെ പോകാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ മോനിസ് മദ്രസ ഇട്ട് വന്ന് ഞങ്ങൾ രണ്ടാളും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോനിസ് ഇപ്പോൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുളിയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് കുളിയൊക്കെ കഴിഞ്ഞ് അവൻ്റെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ. മോൻസ് ഖുറാൻ്റെ ഉള്ളിലൊന്നും വെക്കാൻ പാടില്ല മോൻസ് പൈസ.
അങ്ങനെ ദാ മൂന്ന് സ്ഥലമൊക്കെ പറഞ്ഞ് ഉമ്മൊക്കെ തന്ന് ഓന് സ്കൂളിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈക്ക് ചെയ്യാത്തവരൊക്കെ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഇപ്പോൾ ലൈക്ക് ചെയ്ത് വെക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നവരെ ഓക്കെ ബായ്, അസ്സലാമു അലൈക്കും.